നമസ്കാരം. റിപ്പോർട്ടിംഗ് ഫ്രം ബഹ്റിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രവാസിയുടെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ അമ്മൂസ് ലൈഫ് എന്ന യൂട്യൂബറുടെ വഴുതനങ്ങ കറി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്നു. ഇത് ബഹ്റിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 27 വർഷം മുൻപ് ഞാനിവിടെ വന്നിറങ്ങി. വളരെ സ്വപ്നങ്ങളായിരുന്നു. നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, കുറച്ച് പൈസയൊക്കെ ആയി നാട്ടിൽ പോയി സെറ്റിലാവണം. പക്ഷേ നമുക്ക് മാത്രമേ ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും എങ്ങനെ നമ്മളെ പറ്റിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളവർക്ക് വേണ്ടി ചെയ്യുന്നതിനോ ഒരു നന്ദി സ്നേഹം ഉണ്ടാവും. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഉലുവ പൊട്ടുമ്പോൾ മുളക്, കടുക്, വെളിച്ചെണ്ണ, ഓയിലാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ, ഉലുവ മൂക്കുമ്പോൾ കടുക്, കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക്, ഉണക്കമുളക് മൂക്കുമ്പോൾ കുറച്ച് കായം, വഴുതനങ്ങ, വഴുതനങ്ങ കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുറച്ച് കാശ്മീരി കളർ കിട്ടാൻ. എൻ്റെ മുളക് പൊടിക്ക് തീരെ കളറില്ല. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വയ്ക്കാം. വഴന്ന് വരുമ്പോൾ പുളിവെള്ളം ചേർക്കും. പുളിവെള്ളം ചേർത്തു. കുറച്ച് ചുടുവെള്ളം, എത്ര അളവ് ഗ്രേവി വേണമെന്നനുസരിച്ച്. എനിക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം. ഞാൻ ഇച്ചിരി കൂടി ചേർക്കുന്നു. തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ശർക്കരയും കൂടി ആഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതായിരുന്നത് കാണിക്കാൻ വേണ്ടി. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഓഫാക്കി ടേസ്റ്റ് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച രുചിയൊന്നുമില്ല. കറി തിളച്ചിട്ടുണ്ട്. തീ അണച്ചു. ഇനി രുചി നോക്കണം. വലിയ കുഴപ്പമില്ല.